നമസ്കാരം. വയനാട്ടിലെ കോൺഗ്രസ് എം പി പ്രിയങ്ക ഗാന്ധിയുടെ വിജയം ചോദ്യം ചെയ്ത് ബി സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ്. സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചുവെന്ന് പ്രിയങ്ക വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുവെന്നാണ് ബി നേതാവിന്റെ ആരോപണം. വയനാട്ടിൽ എൻ സ്ഥാനാർത്ഥിയായിരുന്ന നവ്യ ഹരിദാസ് ആണ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജിയിൽ ഏറ്റവും പുതിയതായി ഉയർന്നിരിക്കുന്ന വാദം. വയനാട്ടിൽ മത്സരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ തെറ്റായ ആസ്തി വിവരങ്ങൾ നൽകിയെന്നാണ് ആരോപണം. പ്രിയങ്ക ഗാന്ധിയുടെ നാമനിർദ്ദേശക പത്രിക തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമെന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ നവ്യ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. 54 കോടി രൂപയുടെ സ്വത്തുണ്ടെന്നാണ് പ്രിയങ്ക ഗാന്ധി ജില്ലാ കളക്ടർക്ക് മുമ്പാകെ, അതായത് വയനാട് വാരണാധികാരിക്ക് മുമ്പാകെ സമർപ്പിച്ചത്. എന്നാൽ ഈ വിവരങ്ങൾ തെറ്റാണെന്നാണ് നവ്യയുടെ പരാതി. സ്ഥാനാർത്ഥിയുടെയും കുടുംബാംഗങ്ങളുടെയും സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചെന്ന ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെയും രാജ്യത്തെയും കബളിപ്പിക്കാനാണ് പ്രിയങ്ക ശ്രമിച്ചതെന്നും ഹർജിയിൽ പ്രധാനമായി നവ്യ ആരോപിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തും പ്രിയങ്ക ചട്ടങ്ങൾ ലംഘിച്ചുവെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. അവധിക്കാലത്തിന് ശേഷം ഹൈക്കോടതി കേസ് പരിഗണിക്കും. സ്ഥാനാർത്ഥിയുടെയും കുടുംബാംഗങ്ങളുടെയും സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചുവെന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ നാമനിർദ്ദേശക പത്രിക തന്നെയാണ് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന നവ്യ ഹരിദാസ് ചോദ്യം ചെയ്യുന്നത്. തുടക്കം മുതൽ തന്നെ നവ്യ ഹരിദാസും വയനാട് ഘടകവും പറഞ്ഞൊരു കാര്യമാണ് പ്രിയങ്ക നാമനിർദ്ദേശത്തിൽ എഴുതിയിരിക്കുന്ന സ്വത്ത് വിവരങ്ങൾ കള്ളത്തരമാണെന്ന്. ഇതിൽ സ്വത്ത് വിവരങ്ങൾ പ്രിയങ്കയും കുടുംബാംഗങ്ങളിലും മറച്ചുവെച്ചുവെന്നാണ് തുടക്കം മുതലേ ആരോപിക്കുന്നത്. മറച്ചുവെക്കലിലൂടെ വോട്ടർമാരിൽ തെറ്റായ സ്വാധീനം ചെലുത്തുന്ന നടപടിയാണ് പ്രിയങ്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നാമനിർദ്ദേശക പത്രിക സ്വീകരിക്കാൻ പാടില്ലായിരുന്നുവെന്നും തുടക്കം മുതലേ പറയുന്നുണ്ടായിരുന്നു. നാമനിർദ്ദേശക പത്രികയിൽ തെറ്റായ വിവരങ്ങൾ കാണിച്ചു എന്നത് മുൻനിർത്തി പ്രിയങ്ക ഗാന്ധിയുടെ വിജയവും റദ്ദാക്കണമെന്നാണ് ഈ തിരഞ്ഞെടുപ്പ് ഹർജിയിലെ പ്രധാനപ്പെട്ട വാദവുമായി നവ്യ ഹരിദാസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കൂടാതെ പ്രിയങ്ക ഗാന്ധിയുടെ നാമനിർദ്ദേശക പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ ഭർത്താവ് റോബർട്ട് വാദ്രയുടെ സ്വത്ത് വിവരങ്ങൾ രേഖപ്പെടുത്തിയതിൽ വലിയ ക്രമക്കേടുകൾ ഉണ്ടെന്നാണ് ഉയർത്തുന്ന ഏറ്റവും പ്രധാനമായ വാദം. കാരണം ആദായ നികുതി കണ്ടെത്തിയ റോബർട്ട് വാദ്രയുടെ സ്വത്തും പ്രിയങ്ക നൽകിയ സത്യവാങ്മൂലത്തിലെ കണക്കുകളും തമ്മിൽ ഒരു വലിയ പൊരുത്തക്കേട് ഉണ്ടെന്നാണ് പറയുന്നത്. 2010 മുതൽ 21 കാലയളവിൽ റോബർട്ട് വാദ്രയ്ക്ക് 80 കോടി രൂപയോളം ആദായ നികുതി വകുപ്പ് നികുതി ചുമത്തിയിരുന്നു. ഇതിൽ തന്നെ 19-20 കണക്കെടുക്കുമ്പോൾ 24 കോടിയിലേറെ രൂപയാണ് വരുന്നത്. എന്നാൽ 65.55 കോടി രൂപയാണ് റോബർട്ട് വാദ്രയുടെ ആസ്തിയായി പ്രിയങ്ക ഗാന്ധി സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് പ്രിയങ്കയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. റോബർട്ട് വാദ്രയും പ്രിയങ്ക ഗാന്ധിയും വലിയ രീതിയിൽ ഒരു കോടീശ കുടുംബത്തിൽ നിന്ന് വന്നതും ഇവരുടെ സത്യവാങ്മൂലത്തിൽ തുടക്കം മുതൽ സോണിയ കുടുംബത്തിൽ ഹർജികൾ സമർപ്പിക്കും. അത് സത്യവാങ്മൂലം സമർപ്പിക്കുമ്പോൾ എല്ലാം തെറ്റായ വിവരങ്ങളാണ് നൽകുന്നത്. മറ്റ് ഹർജികളിൽ നിന്ന് വ്യത്യസ്തമായാണ് തിരഞ്ഞെടുപ്പ് ഹർജികളുടെ പൊതു സ്വഭാവം. കാരണം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു കൃത്യമായ സമയപരിധിക്കുള്ളിലെ ഹർജി സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. തിരഞ്ഞെടുപ്പ് ഹർജികൾ കേൾക്കാനായി ഹൈക്കോടതി ഒരു പ്രത്യേക ബെഞ്ച് രൂപീകരിക്കും. ആ ബെഞ്ചിലേക്കായിരിക്കും ഈ ഹർജി പോവുക. ഹർജി നിലനിൽക്കണോ അല്ലയോ എന്ന് സംബന്ധിച്ച് ആദ്യം പ്രാഥമികമായ ഒരു വാദം നടക്കും. നിലനിൽക്കാത്ത ഹർജിയാണെങ്കിൽ അപ്പോൾ തന്നെ തള്ളിക്കളയും. നിലനിൽക്കും എന്ന് കോടതിക്ക് നിരീക്ഷണം വന്നു കഴിഞ്ഞാൽ പരിശോധിക്കേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ അത് വാദം തുടരുക തന്നെ ചെയ്യും. ഇതെല്ലാം കണക്കിലെടുത്ത് പ്രിയങ്കയുടെ വിജയം അസാധുവാക്കണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. ക്രിസ്മസ് അവധിക്ക് ശേഷം ജനുവരി 6 കോടതി ചേരുമ്പോൾ ഈ ഹർജി പരിഗണിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.